നമ്മൾ ലക്ഷ്മൺപൂർ ബീച്ച് 1-ൽ എത്തിയിരിക്കുന്നു. സൂര്യാസ്തമയത്തിന് സമയം ഇനിയും ഏറെ ബാക്കിയുണ്ട്. ഹാവ്ലോക്കിലെ രാധാനഗർ ബീച്ച് പോലെയല്ല ഇവിടെ. കടലിൽ ഇറങ്ങാൻ സാധിക്കില്ല. പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് ഈ ബീച്ച്. ആൻഡമാനിലെ മറ്റെല്ലാ ബീച്ചുകളെയും പോലെ ഉയരം കൂടിയ മരങ്ങൾ ഈ ബീച്ചിനും കാവൽ നിൽക്കുന്നു. വളരെ നീളമുള്ളതാണ് ഈ ബീച്ച്. അതിനാൽ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഹാവ്ലോക്കിലെ രാധാനഗർ ബീച്ച് പോലെ നീൽദ്വീപിൽ സൂര്യാസ്തമയം കാണാനുള്ള ബീച്ചാണ് ഇത്. സൂര്യൻ മേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഈ ദിവസവും അസ്തമിച്ചു. നീൽദ്വീപിലെ എൻ്റെ 2ാം ദിവസമാണ് ഇന്ന്. രാവിലെ വളരെ നേരത്തെ മറ്റൊരു സൂര്യോദയം കാണാൻ സീതാപൂർ ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു. ആകാശത്ത് പ്രകൃതിയുടെ ചിത്രപ്പണികളിൽ സൂര്യരശ്മികൾ സിന്ദൂരവർണ്ണം വാരി വിതറുന്നു. കരയിൽ നിന്നും ഏറെ ദൂരെ ഇന്ത്യയുടെ തന്നെ ഭാഗമായ ഈ ദ്വീപുകളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞാൻ പോർട്ട് ബ്ലെയറിലേക്ക് തിരിച്ചു പോകുന്ന ഫെറി പിടിക്കുവാനായി യാത്ര തിരിച്ചു. 24 മണിക്കൂർ ധാരാളമാണ് ഈ സുന്ദരമായ നീൽദ്വീപ് മുഴുവനായി കാണുവാൻ. ആൻഡമാൻ, അവിശ്വസനീയമായ ഇന്ത്യയിലെ അതിമനോഹരമായ ദ്വീപുകൾ തന്നെ.